വേദനയില്ലാതെ സ്വന്തം കാലിൽ നടന്നെത്തിയവരാണ് സന്തോഷത്തോടെ ആശുപത്രി മുറിയിൽ നടന്ന ഈ കേക്ക് മുറി ആഘോഷത്തിൽ പങ്കുചേരുന്നത്. സ്റ്റെപ്പൊന്നും കയറാൻ വയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്റ്റെപ്പൊക്കെ സുന്ദരമായിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ട്. മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറച്ചാണ് ആലപ്പുഴ തുമ്പോളിലെ പ്രൊവിഡൻസ് ആശുപത്രിയിൽ ഡോക്ടർ ജോർജിന്റെ മേൽനോട്ടത്തിൽ റോബോട്ടിക് സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പം നമ്മൾ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ റോബോട്ടിക് സർജറിയെ പറ്റി ആളുകളെയൊക്കെ അറിയിച്ചു. എനിക്കൊന്ന് 70-75 ദിവസമായി അല്ലേ? 75 ദിവസമായി. 75 ദിവസം ഇന്ന് പൂർത്തിയായി. ഓക്കെ. എത്ര സർജറി ചെയ്യുന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ആലപ്പുഴയിൽ റോബോട്ടിക് സർജറി വന്ന് 75 ദിവസമേ ആയുള്ളൂ എങ്കിലും ആലപ്പുഴക്കാർ അതിനെ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ 75 ദിവസത്തിനുള്ളിൽ ഇന്നിപ്പോൾ 50ാമത്തെ ശസ്ത്രക്രിയ പൂർത്തിയായി ഇറങ്ങി വരുന്ന വരവിലാണ് 50 കാണുന്നത്. 50 ഹാഫ് സെഞ്ചുറി പൂർത്തിയാക്കി. അപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മ പറയാനായിട്ടല്ല ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്, മറിച്ച് ആളുകൾക്കിടയിൽ ഏറ്റവും മികച്ച സൗകര്യം നൽകുക, ഏറ്റവും മികച്ച ഒരു സംവിധാനത്തോടെ അവരുടെ എന്താ പറയുക ആരോഗ്യം ഉറപ്പുവരുത്തുക അല്ലേ? അപ്പോൾ റോബോട്ടിക് സർജറി സക്സസ്ഫുൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം. റോബോട്ടിക് സർജറി ആലപ്പുഴയിലെ ആൾക്കാർ ഏറ്റെടുത്തു. അത് വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്വന്തം കാലിൽ വേദനയില്ലാതെ ഈ നടക്കുന്നവർക്ക് പറയാനുള്ളത് മുട്ടുവേദനയുമായി ജീവിക്കുന്നവരോട് മാത്രമാണ്. ഇപ്പൊ ചെയ്തു കഴിഞ്ഞപ്പോഴൊരു സന്തോഷം എന്താ? ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ നടക്കാൻ പറ്റും. എൻ്റെ ഈ വലത്തേക്കാലിന് ഭയങ്കര വേദനയായിരുന്നു. ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, ആകെ ബുദ്ധിമുട്ടായിരുന്നു. ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ വലത്തേക്കാലിനായിരുന്നു കൂടുതൽ. അപ്പൊ അതിന് ചെറിയൊരു പ്രയാസമുണ്ട്. ഇടത്തേക്കാല് 15 ദിവസം കഴിഞ്ഞപ്പോഴേ ഓക്കെ മതി. അപ്പോൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? എല്ലാവരോടും പറയുന്നുണ്ട് എളുപ്പം ചെയ്യാൻ അല്ലേ? വെച്ചോണ്ടിരിക്കണ്ട, അത് റോബോട്ടിക് തന്നെയാണ് നല്ലത്. അതാ നല്ലത്. മനു ബാബുവിനൊപ്പം ഐപ്പു വള്ളിക്കാടൻ. നമസ്കാരം.